RSS ആണ് ഇത് നടത്തിയതെന്ന് ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ ഒരു നേതാക്കന്മാരും പറഞ്ഞില്ല. പറഞ്ഞ നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്തത് ഊഹിച്ചെടുക്കുന്നത്? അല്ല, സ്വരാജ് പറഞ്ഞു, ബിജിൻ പറഞ്ഞു, PK ശശി പറഞ്ഞു, അരുൺകുമാർ പറഞ്ഞു, ഒരുപാട് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ സെക്കൻഡ് മഞ്ജുഷ, ഒറ്റ സെക്കൻഡ്. അഡ്വക്കേറ്റ് KS അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഒറ്റ ലൈനേ ഉള്ളൂ, ഞാൻ താങ്കളെ വായിച്ച് കേൾപ്പിക്കാം. ശ്രീ ആയൂർ ബിജു, കോഴിക്കോട് കൊയിലാണ്ടിയിൽ CPIM ലോക്കൽ സെക്രട്ടറിയെ RSSകാർ വെട്ടിക്കൊലപ്പെടുത്തി. കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PV സത്യനാണ് കൊല്ലപ്പെട്ടത്. ആദരാഞ്ജലികൾ. അദ്ദേഹം ഇന്ന് രാവിലെ 6:51 ഇട്ട പോസ്റ്റാണ്. 6:59 ആയപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് മുക്കി. അത് എഡിറ്റ് ചെയ്തിട്ട് RSSകാർ എന്നുള്ള ഭാഗം മാറ്റി. ഇത് ഇനി പറയൂ, ഇത് ഞാൻ പറഞ്ഞിട്ടാണോ മറ്റാരെങ്കിലും ആഘോഷിച്ചതാണോ എന്താണെന്ന് താങ്കൾ പറയൂ. അല്ല, ഞാൻ ഈ ചർച്ചയിൽ അത് പറഞ്ഞില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, താങ്കൾ പറഞ്ഞു എന്നല്ല, നേതാക്കന്മാർ പറഞ്ഞു എന്നുള്ളതാണ് ഈ ചർച്ചയുടെ അടിസ്ഥാനം. ഇങ്ങനെ പറയേണ്ടി വന്നു, ഇങ്ങനെ ഒരു മറുപടി നൽകേണ്ടി വന്നത്. ഞാൻ ആ തരത്തിൽ ചർച്ച കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു ഒന്നേ ഉള്ളൂ, എന്തുകൊണ്ട് അമ്പലമുറ്റം തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അത് ആരാണോ പറയേണ്ടത്? വസന്താണോ പറയേണ്ടത് അതോ ഞാനാണോ പറയേണ്ടത്? BJPയുടെ നേതാക്കന്മാർ ഈ ചർച്ചയിലിരിക്കുന്നത്. താങ്കൾക്കും പറയാം എന്തുകൊണ്ട് അമ്പലമുറ്റം തെരഞ്ഞെടുത്തു. താങ്കൾ പറഞ്ഞല്ലോ. അല്ല, എന്താണ് താങ്കൾക്ക് അക്കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരിക്കുമല്ലോ, അതെന്താണ്? താങ്കൾ തന്നെ പറയൂ എന്താണ് സംശയം? താങ്കളുടെ തിയറി എന്താണ്, അത് പറയൂ. അല്ല, ഞാൻ ചോദിക്കുന്ന പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എന്തുകൊണ്ട് ഈ അമ്പലമുറ്റം തെരഞ്ഞെടുത്തു എന്നൊരു ചോദ്യമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ഇതേ ചോദ്യമാണ് മുമ്പ് മാഷാ അല്ലാഹ് സ്റ്റിക്കർ എന്തിനു ഒട്ടിച്ചു എന്ന് നമ്മൾ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചത്. ഇതേ ചോദ്യമാണ് നമ്മൾ അല്ല, ആ പ്രതികളല്ല ഇന്ന് ജയിലിലല്ലേ? അവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, അതിൽ CPM-ന്റെ നേതാക്കളുമുണ്ട്. അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. KC രാമേന്ദ്രൻ CPM-ന്റെ നേതാവാണല്ലോ. KC രാമേന്ദ്രൻ ഉണ്ടല്ലോ, പാർട്ടി പുറത്താക്കിയെങ്കിലും കുഞ്ഞനന്ദനുണ്ടായിരുന്നല്ലോ. CPM-ന്റെ പല ആൾക്കാരാണ് അല്ലേ? അവരെല്ലാം CPM-ന്റെ ആൾക്കാരാണ്. ഇപ്പൊ ജയിലിൽ കിടക്കുന്നു, ശരിയാണ്, CPM-ന്റെ ആൾക്കാരാണ്. ഇതിപ്പോ അമ്പലമുറ്റം തെരഞ്ഞെടുത്തിരിക്കുന്ന ആളും പഴയ CPM-ന്റെ ആളാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇതിനകത്തിൽ RSS എവിടെ, വസന്ത് എവിടെ, ശ്രീജിത്ത് എവിടെ? അത് ഇതുവരെ പറയുന്നില്ല. ഇത് താങ്കൾ തന്നെ ആവർത്തിക്കാണ് CPM-ന്റെ ഒരു നേതാവും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടല്ലോ. താങ്കൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു അമ്പലമുറ്റം തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന്. അതിന്റെ മറുപടി പറയേണ്ടത് ആരാണ്? അങ്ങനെ തിരഞ്ഞെടുത്തത് കൊണ്ടാണല്ലോ അത് RSSകാരാണെന്ന് പൊടുന്നനെ തന്നെ ഇല്ലേ? അതിലിപ്പോൾ ബിജിന്റെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. എന്തുകൊണ്ടാണ് RSS ആണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പറഞ്ഞതെന്ന്. PK ശശിയുടെ പോസ്റ്റ് വായിച്ചാലും അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത്. ഈ സ്വരാജ് മാത്രം ഒറ്റ വരിയിൽ നിർത്തി എന്നേ ഉള്ളൂ. എന്നോടാണോ? അതെ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗുജറാത്ത് കലാപത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ വിഷയങ്ങൾ നമുക്കറിയാമല്ലോ. അവിടെ പ്രതി ആരായിരുന്നു? അതിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായ കലാപങ്ങൾ നമുക്കറിയില്ല. മറുപടി ആയൂരിന്റെ വാക്കുകൾ, ബിജുവിന്റെ വാക്കുകളിൽ എന്തെങ്കിലും ഒരു എന്താണ് പറയുക, ഒരു ന്യായീകരണം എന്നതിനപ്പുറം എന്താണുള്ളത്? അല്ല, ഇദ്ദേഹം പറയുന്നതിൽ ന്യായീകരണം എന്ന് പറയാൻ പോലുള്ള കാര്യങ്ങളില്ല. കാരണം അദ്ദേഹം ഏറ്റവും കടുത്ത ഏതോ ക്യാപ്സൂളാണ് അദ്ദേഹം ഇറക്കുന്നത്. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ കൊലപാതകത്തെ ന്യായീകരിച്ചു എന്നാണ്. ഏത് നിലയ്ക്കാണ് ഞാൻ ആ കൊലപാതകത്തിനെ ന്യായീകരിക്കുന്നത്? ഇതിനെ എന്നല്ല, ഒരൊറ്റ കൊലപാതകത്തിനെ എന്റെ ജീവിതത്തിൽ അതാണ് ആ വാക്ക്. താങ്കൾ ഓർമ്മയുണ്ടോ? ഒരു കൊലപാതകം ഉണ്ടാകുമ്പോൾ സമൂഹത്തിൽ തന്നെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുവാൻ കൊലപാതകം നടത്തിയ താങ്കൾ പറഞ്ഞു. ഞാൻ അതാണ് തീർച്ചയായിട്ടും ഏതൊരു കൊലപാതകം ഉണ്ടാകുന്നത് പിന്നെ കൊലപാതകം ഉണ്ടാക്കുന്നതിനെ ഹോളി പോലെ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? അല്ല, കൊലപാതകം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. സമൂഹത്തിൽ ടെറർ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിപ്പോ RSSകാരൻ പിന്നെ കോൺഗ്രസ്സുകാരനെ കൊന്നാലും കോൺഗ്രസ്സുകാരൻ CPM-കാരനെ കൊന്നാലും ഏത് കൊലപാതകം നടന്നു കഴിഞ്ഞാലും ഒരു കൊലപാതകം സമൂഹത്തിന് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശം എന്ന് പറയുന്നത് അരക്ഷിതാവസ്ഥയുടേതാണ്. ഇവിടെ നിയമവ്യവസ്ഥ താറുമാറായിരിക്കുന്നു, കുത്തഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അരാജകത്വത്തിൻ്റെതാണ് എന്ന് തന്നെയാണ് ആ സന്ദേശം. അങ്ങനെ ഒരു കൊലപാതകം എന്ന് പറയുന്നത് അരക്ഷിതാവസ്ഥയുടെ സന്ദേശം നൽകുന്നു എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ കൊലപാതകത്തെ ആഘോഷിക്കുന്നയാളാണെന്നോ അയാൾ ആ കൊലപാതകത്തെ ന്യായീകരിക്കുന്നയാളാണെന്നോ ഏത് സ്കൂളിലുള്ള ഏത് മലയാളം കൊണ്ടാണ് താങ്കൾ പഠിച്ചിരിക്കുന്നത്? ഞാൻ ഒരു കൊലപാതകത്തെ ന്യായീകരിച്ചില്ല. നേരെ മറിച്ച് എല്ലാ കൊലപാതകങ്ങളും അപലപിക്കപ്പെടേണ്ടതാണ്. ഞാനിവിടെ സൂചിപ്പിച്ചത് രാഷ്ട്രീയ വൈരാഗ്യം പോലും മറന്ന് പലപ്പോഴും കൊലപാതകങ്ങളിലുള്ള രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാർ ആരൊക്കെയാണെങ്കിലും അവർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അനുശോചനം പറയുന്ന ഒരു സാമാന്യ മര്യാദ, ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ട്. അത് കടന്നു പോലും ആൾക്കാർ സ്വരാജിന്റെ പോസ്റ്റിൽ ഹഹാ റിയാക്ഷൻ കൊണ്ട് മൂടണമെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അദ്ദേഹം അതിലൊരു തെറ്റായ രീതിയിലുള്ള ഒരു റോങ് കണോട്ടേഷനോട് കൂടി അദ്ദേഹം ആദ്യം ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ്.
അപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ആൾക്കാർക്ക് ഇവിടെ മനസ്സിലായി. അതുകൊണ്ടാണ് താങ്കൾ വീണ്ടും വീണ്ടും ഇവിടെ വന്നിരുന്ന ആവർത്തിക്കുകയാണ് CPM-ന്റെ ഒരു നേതാവും ഇത് RSS-കാരനാണെന്ന് പറഞ്ഞില്ല എന്ന്. താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തലിനെ കുറ്റം പറയുന്നു. ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെ പങ്കെടുത്തിരിക്കുന്ന ശ്രീ വസന്തിനെ കുറ്റം പറയുന്നു. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ കാര്യം, ഏതാണ്ട് 1/2 ഡസനോളം CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, അതിൽ ഒരാൾ ഇന്ന് നിയമസഭയിൽ ഇരിക്കുന്ന ഒരംഗം, ഇവരെല്ലാവരും തന്നെ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവുമില്ലാതെ RSS-കാരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നൊരു സന്ദേശം നൽകി കഴിഞ്ഞാൽ ഇത് വായിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതെ RSS-കാരൻ കൊന്നു, ശരി നമുക്ക് മിണ്ടാതിരിക്കാം എന്നുള്ള മനോഭാവമാണോ CPM-ന്റെ ഒരാണിക്ക് ഉണ്ടാവുക, CPM-ന്റെ ഒരു പ്രവർത്തകൻ ഉണ്ടാവുക? അത് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കും. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് അതൊരു പരമ്പരയായിട്ട് മാറിയിട്ടുണ്ട്. താങ്കൾക്കറിയാം, സ്കോർ ബോർഡ് കണക്കെ ഇത് ഇവിടെ പരമ്പര പോലെ ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ. അപ്പൊ ഇവിടെ ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു CPM-കാരൻ പോയി എവിടെയെങ്കിലും ഒരു RSS-കാരനെ വെട്ടിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ശ്രീ ആയൂർ ബിജു? അത് ആഘോഷമാകുമായിരുന്നോ? അത് ന്യായീകരണമാകുമായിരുന്നോ? അതോ അത് മറുപടിയാകുമായിരുന്നോ? താങ്കളൊക്കെ എന്താണ് ഈ പറയുന്നത്? ഞാൻ താങ്കളോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, താങ്കൾ 20 വർഷം മുമ്പ് ഗുജറാത്ത് കലാപത്തിലേക്ക് ഒന്നും പോകേണ്ട. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ ഉൾപ്പെടെ ഇവിടെ വിവിധ ആൾക്കാർ RSS-കാരാണ് ഇതിൽ കൊലപാതകത്തിന് പിന്നിൽ എന്ന് ആരോപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഞാൻ താങ്കളെ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഇതാരാണ്? CPM-ന്റെ സംസ്ഥാനത്തെ വക്താവാണ്. അങ്ങനെയുള്ള ആൾക്കാർ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ താങ്കൾക്ക് ഒരു ഓണർഷിപ്പും ഇല്ലേ? ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ പറയുന്ന ആൾക്കാരെല്ലാവരും കൂടി ഇത് തെറ്റാണെന്ന് മനസ്സിലായതിന്റെ ബോധ്യത്തിലാകുമല്ലോ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ തിരുത്തിയിരിക്കുന്നത്. ഇതിൽ ഒരാൾ മാപ്പ് പറഞ്ഞു, ഒരാൾ പറഞ്ഞു ഞാൻ ഈ ചെയ്തിരിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷന്റെ പേരിലായിരുന്നു, അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരുത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു, ഞാൻ അവിടെ തെറ്റായിട്ടുള്ള ഒരു ആരോപണം ഒരു സംഘടനയ്ക്കെതിരെ പറഞ്ഞിരിക്കുന്നു, ഞാനത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, മിണ്ടിയില്ല, വായു വെള്ളം ഒഴിച്ചിട്ട് മിണ്ടാതിരിക്കുകയാണ്. അതിനുശേഷം സത്യാനന്തരത്തിലെ പുതിയ കാര്യം തുറക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് ഇവരെല്ലാം. നോക്കുക, എത്ര മര്യാദകെട്ട ഒരു കാര്യമാണ്. തെറ്റായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിവിടെ കാണുമ്പോൾ ഇന്ന് മാധ്യമങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ ഏമാന്മാരെല്ലാം മിണ്ടാതെ വീട്ടിലിരിക്കുകയാണ്. ശരിയാണ് ശ്രീ ആയൂർ ബിജു. അതുകൊണ്ടാണല്ലോ CPM-ന്റെ ഒരു നേതാവും ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത്. താങ്കളെ പോലെയുള്ള LDF-ന്റെ നേതാക്കൾക്ക്, മറ്റു പാർട്ടികളുടെ നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തേണ്ടി വരുന്നത്, നിങ്ങൾ ബുദ്ധിമുട്ടിലാവുന്നത്. CPM-ന് ഇത് ആധികാരികമായിട്ട് പ്രതികരിച്ചാൽ എന്താണ് കുഴപ്പം? ഈ നേതാക്കൾ തന്നെ പ്രതികരിക്കേണ്ടതാണ്. ശ്രീത്ത് പറഞ്ഞ ന്യായമല്ലേ? മാപ്പ് പറയേണ്ടതാണ്. ഇവിടെ വലിയ പ്രശ്നമുണ്ടായെങ്കിലോ അങ്ങനെ ഉണ്ടാകാതിരുന്നത് ഭാഗ്യം എന്നല്ലേ? ഇന്ന് രാവിലെയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട മഹാന്മാരുണ്ട്. അല്ല, ബഹുമാന ശ്രീജിത്ത് പണിക്കർ 20 കൊല്ലത്തിന് മുമ്പേ നടന്ന ഗുജറാത്തിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് എന്താണ് ഉദ്ദേശം? ആ ഗുജറാത്തിലേക്ക് കേസ് ചർച്ച ചെയ്യുന്ന സമയത്ത് അല്ലല്ല, താങ്കൾ എന്തുകൊണ്ട് താങ്കൾക്ക് ഈ ചർച്ചയിൽ ഇതിന് മറുപടി പറയാനില്ല എങ്കിൽ അല്ല, ഇത് ചോദ്യം സ്ട്രെയിറ്റ് അല്ലേ ശ്രീ ആയൂർ ബിജു? അല്ലല്ലേ, ഇവിടെ ചോദ്യം സ്ട്രെയിറ്റ് അല്ലേ? അല്ലല്ല, എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്നാണ്. അതിൽ RSS-നെ വെള്ളപൂശുകയല്ല. എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ എന്നേ ചോദിച്ചുള്ളൂ. എന്റെ ബിജു ചേട്ടാ, നമുക്ക് ഗുജറാത്ത് കലാപത്തിനെ പറ്റി ചർച്ച ചെയ്യാം. പക്ഷെ ആദ്യം ഈ വിഷയമാണല്ലോ, ഈ വിഷയത്തിനാണല്ലോ ചർച്ചയ്ക്ക് നമ്മളെല്ലാവരും ഗുജറാത്ത് കലാപത്തിലേക്ക് പോകണ്ട എന്ന് ഗുജറാത്തിൽ ഇത് പറയുന്ന സമയത്ത് ഇത് പറയേണ്ടത് എന്റെ പൊന്നു ചേട്ടാ, അതുമായി താരതമ്യമില്ല ശ്രീ ആയൂർ ബിജു. ഇവിടെ ഒരു മറ്റൊരു സംഭവമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. താങ്കൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ ഒരു കൊലപാതകത്തെ മുതലെടുക്കുന്നതിന് വേണ്ടി CPM ശ്രമിച്ച കാര്യമാണ്. അത് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തന്നെ ഇങ്ങനെ വ്യാജ പ്രചാരണം നടത്തിയതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിദാരുണമായ ഒന്നാണ് സംഭവിച്ചത് കൊയിലാണ്ടിൽ എന്നതിൽ ആർക്കും സംശയമില്ല. സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. കുറ്റക്കാരായവർക്കെതിരെ തീർച്ചയായിട്ടും കടുത്ത നടപടി വേണം എന്ന കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. ആ കൊലപാതകി വന്ന് കീഴടങ്ങിയത് കൊണ്ട് പോലീസിന് ആ ഒരു പരിശ്രമം കുറഞ്ഞു കിട്ടി. അത് മാത്രമല്ല, ഇക്കാര്യത്തിൽ ഒരു വലിയ പ്രചാരണത്തിലേക്ക് പോകാതെ ഉടൻ തന്നെ ഇവർക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കി രക്ഷപ്പെടാൻ സാധിച്ചു, ഈ അഭിലാഷ് വന്ന് കീഴടങ്ങിയത് കൊണ്ട്. ശ്രീ വസന്ത്